ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. വികൃതിയായ കുരങ്ങൻ. ഒരിടത്തൊരിടത്ത് ഒരു വികൃതിയായ കുരങ്ങൻ താമസിച്ചിരുന്നു. എപ്പോഴും മരത്തിൽ ചാടി കളിക്കുന്നത് അവനൊരു ശീലമായിരുന്നു. ഒരു ദിവസം അങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവൻ വാല് മുറിഞ്ഞു താഴെ വീണു. അവൻ ഉടനെ തന്നെ ആ മുറിഞ്ഞ വാലുമായി അടുത്ത് കണ്ട ആടുവൈദ്യൻ്റെ വീട്ടിലെത്തി. ആടുവൈദ്യനോട് പറഞ്ഞു, എൻ്റെ വാല് മുറിഞ്ഞു, ഒന്ന് ഒട്ടിച്ചു തരുമോ വൈദ്യരെ? വൈദ്യർ സമ്മതിച്ചു. പക്ഷെ എന്തു പറ്റിയെന്നോ, വൈദ്യരുടെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ആ വാല് മൊത്തവും മുറിഞ്ഞുപോയി. വാല് 2 കഷ്ണമായിപ്പോയി. കുരങ്ങന് ദേഷ്യം വന്നു. കുരങ്ങൻ ഉച്ചത്തിൽ ബഹളം വെക്കാൻ തുടങ്ങി. നിങ്ങൾ എൻ്റെ വാല് മുറിച്ചു കളഞ്ഞു, ഒട്ടിച്ചു തരാൻ പറഞ്ഞപ്പോൾ മുറിച്ചു കളയുകയാണോ ചെയ്യുന്നത്? എനിക്കൊന്നില്ല വാലൊട്ടിച്ചു തരണം, അല്ലെങ്കിൽ കത്തി തരണം. ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ വൈദ്യർ തൻ്റെ കയ്യിലിരുന്ന കത്തി കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ പിന്നെ ആ കത്തിയുമായിട്ട് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്ത് കുറേ കുട്ടികൾ മാവിലേക്ക് മാങ്ങയ്ക്ക് വേണ്ടി കല്ലെറിയുന്നത് കണ്ടു. അവരുടെ അടുത്തെത്തിയ കുരങ്ങൻ കുറച്ചു നേരം അവരെ നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് അവർക്ക് മാങ്ങ കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ കയ്യിലിരുന്ന കത്തി അവർക്ക് കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് കത്തി തരാം, നിങ്ങൾ എനിക്ക് മാങ്ങ തരണ്ട, കത്തി എടുത്തോളൂ. കുട്ടികൾ കത്തി മേടിച്ച് മാവേലെറിഞ്ഞു. മാങ്ങ വീണു. പക്ഷേ കത്തി മരത്തിൽ തങ്ങിപ്പോയി. കുരങ്ങൻ എന്ത് ചെയ്തു കാണും? അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഒന്നെങ്കിൽ എനിക്ക് മാങ്ങ വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കത്തി തരണം. കുട്ടികൾ രക്ഷയില്ലാതെ വന്നപ്പോൾ തങ്ങളുടെ കയ്യിലിരുന്ന മാങ്ങ കുരങ്ങന് കൊടുത്തു. അങ്ങനെ മാങ്ങയുമായിട്ട് കുരങ്ങൻ മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഒരു അലക്കുകാരി പെണ്ണ് വിശന്ന് തളർന്നിരിക്കുന്നത് കണ്ടു. വിശന്നിരിക്കുന്ന അവൾ കുരങ്ങിനോട് ആ മാമ്പഴം ചോദിച്ചു. കുരങ്ങൻ അവൾക്ക് മാങ്ങ കൊടുത്തു. പെണ്ണ് ആർത്തിയോടെ അതത്രയും തിന്നു. കുരങ്ങൻ ഉടനെ ബഹളം വെക്കാൻ തുടങ്ങി. ഒന്നെങ്കിൽ നീ എനിക്ക് മാങ്ങ തരണം, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ പെണ്ണ് കുരങ്ങൻ്റെ കൂടെ യാത്രയായി. അങ്ങനെ കുരങ്ങൻ ആ പെണ്ണിനെയും കൊണ്ട് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു എണ്ണയാട്ടുന്ന ആളെ കണ്ടു. അയാൾ ഒറ്റയ്ക്ക് എണ്ണയാട്ടുന്നത് കണ്ട് കുരങ്ങൻ ഈ പെണ്ണിനെ അയാൾക്ക് സഹായിയായി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും കുരങ്ങൻ്റെ സ്വഭാവം മാറി. കുരങ്ങൻ പറഞ്ഞു, ആ പെണ്ണിനെ എനിക്ക് തിരിച്ചതാ, അല്ലെങ്കിൽ പകരം എണ്ണതാ. എണ്ണയാട്ടുന്ന ആൾ പെണ്ണിന് പകരമായിട്ട് കുരങ്ങന് എണ്ണ കൊടുത്തു. എണ്ണയും കൊണ്ട് കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരമ്മൂമ്മ എണ്ണയില്ലാതെ ദോശ ചുടുന്നത് കുരങ്ങൻ കണ്ടു. ദോശ എണ്ണയില്ലാത്തത് കൊണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. കുരങ്ങൻ അമ്മൂമ്മയ്ക്ക് എണ്ണ കൊടുത്തു. അമ്മൂമ്മ ആ എണ്ണ ഉപയോഗിച്ച് ദോശ ചുടാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ കുരങ്ങൻ പിന്നെയും വഴക്ക് തുടങ്ങി. അമ്മൂമ്മയോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ആ ദോശ എനിക്ക് താ, അല്ലെങ്കിൽ എൻ്റെ എണ്ണ തിരിച്ചു താ. ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ അമ്മൂമ്മ തൻ്റെ കയ്യിലിരുന്ന ദോശ കൊടുത്തു. ദോശയുമായി വീണ്ടും കുരങ്ങൻ മുമ്പോട്ട് പോയി. ആ സമയത്ത് വഴിയരികിൽ ഒരു ചെണ്ടക്കാരൻ വിശന്ന് തളർന്നിരിക്കുന്നത് ആര് കണ്ടു? കുരങ്ങൻ കണ്ടു. ചെണ്ടക്കാരൻ കുരങ്ങൻ്റെ കയ്യിലിരിക്കുന്ന ദോശ തരുമോ എന്ന് ചോദിച്ചു. കുരങ്ങൻ ദോശ കൊടുത്തു. ചെണ്ടക്കാരൻ ദോശ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങൻ പിന്നെയും തുടങ്ങി, എനിക്ക് ദോശ കിട്ടണം, അല്ലെങ്കിൽ ചെണ്ട കിട്ടണം. അങ്ങനെ കുരങ്ങൻ അയാളുടെ കയ്യിൽ നിന്ന് ചെണ്ടയും വാങ്ങി ഒരു മരത്തിൽ കയറിയിരുന്ന് ഇങ്ങനെ പാടാൻ തുടങ്ങി. വാലു പോയി കത്തി കിട്ടി ഡും ഡും ഡും, കത്തി പോയി മാങ്ങ കിട്ടി ഡും ഡും ഡും, മാങ്ങ പോയി പെണ്ണിനെ കിട്ടി ഡും ഡും ഡും, പെണ്ണു പോയി എണ്ണ കിട്ടി ഡും ഡും ഡും, എണ്ണ പോയി ദോശ കിട്ടി ഡും ഡും ഡും, ദോശ പോയി ചെണ്ട കിട്ടി ഡും ഡും ഡും. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. അങ്ങനെ ഈ കഥ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി അടുത്ത കഥയുമായി പിന്നെ കാണാം.